ഇനിയുള്ള 2 മാസം കുട്ടികളുടെ അവധിക്കാലമാണ് വരുന്നത്. ഈ അവധിക്കാലം കഴിയുമ്പോൾ 2 രീതിയിലുള്ള കുട്ടികളാണ് പലപ്പോഴും ഉണ്ടാവാറ്, അല്ലെങ്കിൽ 2 രീതിയിലാണ് കുട്ടികൾ ഈ അവധിക്കാലത്തെ ഉപയോഗപ്പെടുത്താറ്. ചില കുട്ടികൾ ആ അവധിക്കാലം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി അവരെ പഠനത്തിനും സ്വഭാവത്തിനും പേഴ്സണാലിറ്റി ഒക്കെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ 2 മാസത്തെ ഉപയോഗപ്പെടുത്തി 2 മാസം മുന്നേ എങ്ങനെയായിരുന്നു അതിനേക്കാളും ഒന്നുകൂടി നന്നായിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് തിരിച്ചു പോകുന്ന കുട്ടികൾ ഉണ്ടാവും. മറ്റൊരു തരത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവധിക്കാലം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് വ്യക്തമായ ധാരണയില്ലാതെ ചിലപ്പോൾ തെറ്റായ കൂട്ടുകെട്ടിലേക്കും തെറ്റായ സ്വഭാവങ്ങളിലേക്കും മയക്കുമരുന്ന് പോലത്തെ തെറ്റായ ശീലങ്ങളിലേക്കും വരുന്നത് വരെ കുട്ടികളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒട്ടും ഉപയോഗമില്ലാതെ വെറും ഫോണിലും ഗെയിമിലും ടിവിയിലും മാത്രം കളിച്ചുകൊണ്ടും സമയം നഷ്ടപ്പെടുത്തുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അത് കുട്ടികളുടെ തെറ്റല്ല, കുട്ടികൾക്ക് അറിയണമെന്നില്ല ഏത് രീതിയിലാണ് വെക്കേഷൻ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് കുട്ടികൾക്ക് സ്വയം അറിയണമെന്നില്ല. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ അവധിക്കാലം നിങ്ങളുടെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു 10 അടിപൊളി കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 10ഉം ചെയ്യണം എന്നല്ല, 10ഉം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കുട്ടികളുടെ ഓവറോൾ പേഴ്സണാലിറ്റി, വ്യക്തിത്വം മികച്ചതാക്കുന്നതിനും പഠനത്തിൽ മികച്ചതാക്കുന്നതിനും മറ്റുള്ള സ്കിൽ ഡെവലപ്മെന്റ് പോലത്തെ കാര്യങ്ങളിലൊക്കെ കുട്ടികൾ മെച്ചപ്പെട്ടതാവുന്നതിനും എന്ത് ചെയ്യുന്നത് സഹായിക്കുന്ന 10 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് കഴിയുന്ന അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കുട്ടികളിൽ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അധികവും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു IAS ജൂനിയർ കോഴ്സ് വെക്കേഷനിലുണ്ട്. എല്ലാ കൊല്ലവും വെക്കേഷനിൽ ഉണ്ടാവുന്നതാണ്. ഒരുപാട് ആളുകൾ എല്ലാ കൊല്ലവും ജോയിൻ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്കും IAS ജൂനിയർ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം അവസാനത്തിൽ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കുട്ടികളിൽ ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുതിയൊരു സ്കില്ല് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നീന്തം അറിയാത്ത ആളുകളാണെങ്കിൽ നീന്തം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഡ്രൈവിംഗ് വയസ്സൊക്കെ റെഡി ആണെങ്കിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റാത്ത ആളുകൾ അത് പഠിപ്പിക്കുക, സൈക്കിൾ ഓട്ടാൻ അറിയാത്ത ആളുകൾ അത് പഠിപ്പിക്കുക. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു പുതിയ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൺഫിഡൻസ് കൂട്ടും. ഓക്കെ, എനിക്ക് ഡ്രൈവിംഗ് അറിയാം, അല്ലെങ്കിൽ എനിക്ക് നീന്താൻ അറിയാം, അങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്കില്ല് എന്താവട്ടെ, കമ്പ്യൂട്ടർ അറിയാത്ത ആളാണെങ്കിൽ അത് ഓക്കെ. അപ്പൊ അതറിയുമ്പോൾ ഇപ്പൊ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ കുട്ടി പഠിക്കുമ്പോൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, അപ്പൊ അത് കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും ആ കോൺഫിഡൻസ് കുട്ടികളുടെ പഠനത്തെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ട് അത് ഉപകരിക്കുന്നുള്ളതാണ്. അപ്പൊ ഒന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് പുതിയൊരു ഭാഷ പഠിപ്പിക്കാം. ഓൾറെഡി കുട്ടി മലയാളം മാത്രം അറിയുന്ന കുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ മലയാളവും ഇംഗ്ലീഷും അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഹിന്ദി ഭാഷ പഠിപ്പിക്കുക, അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷും ഹിന്ദി അറിയാമെങ്കിൽ മറ്റൊരു ഭാഷാ പഠനം കുട്ടികളുടെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബുദ്ധി വികാസത്തിനും ആത്മവിശ്വാസം കൂട്ടാനൊക്കെ ഉപകരിക്കുന്നതാണ്. ഭാഷാ പഠനം എന്ന് പറയുന്നത് അതിന്റെ റൈറ്റിംഗ് ആവാം, റീഡിംഗ് ആവാം, ലിസണിംഗ് ആവാം, അല്ലെങ്കിൽ അത് സ്പീക്കിംഗ് ആവാം, ഏതാണോ അറിയാത്തത് പഠിപ്പിക്കാം. അപ്പൊ ഒരു ഭാഷ കുട്ടികളുടെ ഈ വെക്കേഷനിൽ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. അവർക്ക് എല്ലാ രീതിയിലും എന്താണ് അവർക്ക് ഉപകാരം ചെയ്യുന്ന സംഗതി ആയിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അത് കോച്ചിങ്ങിന് വിട്ട് പഠിപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ ഓൺലൈൻ ഉപയോഗപ്പെടുത്തി പഠിപ്പിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ട്രാവൽ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ അവർ ഈ കാണുന്ന അവരുടെ ഗ്രാമോ അവരുടെ വീടോ അവരുടെ ഈ അയൽപ്പക്കോ സ്കൂളോ മാത്രമല്ല ലോകം. അവർ കാണാത്ത ഒത്തിരി കാഴ്ചകൾ, ഒത്തിരി അനുഭവങ്ങൾ ലോകത്ത്, ഇന്ത്യയുടെ പല ഭാഗത്ത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ കഴിയുന്നതും അവർ ഒറ്റയ്ക്ക് പറഞ്ഞേക്കണം എന്നല്ല, നിങ്ങളും കുറച്ച് സ്ഥലങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള ചില യാത്രകൾ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഇതുവരെ ഒട്ടും ട്രെയിനിൽ പോവാത്ത കുട്ടികളാണ് ട്രെയിനിൽ യാത്ര ചെയ്യിപ്പിക്കുക, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യിപ്പിക്കാത്ത കുട്ടികളാണ് ഫ്ലൈറ്റിൽ സാമ്പത്തിക നില ഓക്കെ ആണെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യിപ്പിക്കുക, ഷിപ്പിൽ കയറാത്ത കുട്ടികളെ അങ്ങനെ കയറിപ്പിക്കുക, ബോട്ട് കയറാത്ത കുട്ടികളെ അത് കയറാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ അവർ കയറാത്ത, അവരനുഭവിക്കാത്ത അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, യാത്ര ചെയ്യുക, സംസ്ഥാനങ്ങൾ വിട്ട് യാത്ര ചെയ്യുക, രാജ്യം വിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അത്ര യാത്രകൾ ചെയ്യുക. യാത്രയിലൂടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. നല്ല നല്ല അനുഭവങ്ങൾ അവരുടെ ഭാവി ജീവിതത്തെ കൂടുതൽ എന്ത് ചെയ്യും, ഉപകാരപ്രദമാക്കും എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, കുട്ടികളെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പണം സമ്പാദിക്കാൻ വേണ്ടി പഠിപ്പിക്കുക, അല്ലെങ്കിൽ പണത്തെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പണം വെറുതെ വരില്ല. പണം ജീവിതത്തിലേക്ക് വരണമെങ്കിൽ പണത്തെ ഇഷ്ടപ്പെടണം. പണം എങ്ങനെ വരുമെന്ന് നമ്മൾ അറിയണം, എങ്കിലേ നമുക്ക് പണം ജീവിതത്തിലേക്ക് വരുള്ളൂ. പണം എപ്പോഴും വലിയൊരു ഘടകമാണ്.
പഠനവും വിദ്യാഭ്യാസവും അധികാരവും നല്ല ജോലിയൊക്കെ വേണം. പക്ഷെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ജീവിതത്തിൽ പണം എന്നുള്ളത്. അപ്പൊ ഈ പണത്തെ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികൾക്ക് കുറച്ച് എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് രീതിയിൽ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഷോപ്പുള്ള ഒരാളാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ്സിലാണെങ്കിൽ അതിലൊരു 2 മാസം അവർക്ക് ചെറിയൊരു ജോലി കൊടുക്കുക. അവർക്ക് അതിന് പൈസ കൊടുക്കണം. വെറുതെ ജോലി എടുത്ത് വീട്ടിലേക്ക് പറഞ്ഞേക്കരുത്. പൈസ കൊടുത്ത് അപ്പൊ അധ്വാനിക്കുന്നതിന്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാവും. അധ്വാനിക്കുന്നതിന്റെ കിട്ടുന്ന പണത്തിന്റെ വാല്യൂ അവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. ഇനി അതല്ല നിങ്ങളുടെ നാട്ടിലെ വീട്ടിൽ തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ തന്നെ വേണമെന്നില്ല, പുറത്തൊരു ജോലിക്ക് അവനെ പറഞ്ഞേക്കാം. കുട്ടികളുടെ വയസ്സും കാര്യങ്ങളൊക്കെ അതിൽ പ്രത്യേകം പരിഗണിക്കണം. ചെറിയ കുട്ടിയാണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലാണ് ഏണിംഗ് കൊടുക്കാൻ പറ്റുക. ഈ ചെറിയൊരു ബിസിനസ് ചെയ്യിപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ വലിയൊരു ഹൈവേന്റെ അടുത്തുള്ള ഒരു ആണ്, ചെറിയൊരു കച്ചവടം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. വലിയ അതിലൂടെ സമ്പാദിക്കാൻ വേണ്ടിയല്ല, പക്ഷെ സമ്പാദിക്കുന്നതിനെ കുറിച്ച് കുട്ടി പഠിക്കാൻ വേണ്ടിയാണ്. അതുള്ള ഒരു അവസരം കുട്ടിക്ക് ഉണ്ടാക്കിയിടണം. ഇപ്പൊ പണം ഉണ്ടാക്കാനുള്ള പല മാർഗങ്ങളുണ്ട്. അപ്പൊ നല്ല മാർഗങ്ങൾ നമ്മൾ തന്നെ കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് കുട്ടികൾ തെറ്റായ മാർഗത്തിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പൊ മയക്കുമരുന്നും ഒരുപാട് കുട്ടികൾ പോകുന്നത് പലപ്പോഴും സമ്പാദിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നല്ല പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക, അതിനവരെ സഹായിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. പണത്തെ കുറിച്ച് മാത്രം ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം. പണം എങ്ങനെ ഉണ്ടാക്കാം, അതിന്റെ വാല്യൂ എന്താണ്, അത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഈ സമയം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 5ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഘടകമാണ് വായന. കുട്ടികൾ നല്ല പരന്ന വായന ഉണ്ടാപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വെക്കേഷൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ IAS ജൂനിയർ കോഴ്സിൽ കുട്ടികളെ കൊണ്ട് വെക്കേഷനിൽ മാത്രം 10 പുസ്തകങ്ങൾ നമ്മൾ വായിപ്പിക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികൾക്ക് വായനാശീലം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ IAS ജൂനിയർ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കാം. അത് വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ. 1999 രൂപക്ക് വെക്കേഷനിൽ പഠിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ അതിൽ കൊടുക്കുന്നുണ്ട്. വലിയ ലക്ഷ്യബോധത്തിലേക്ക് കുട്ടികളെ എത്തിക്കുക, ഡ്രീമിങ് ആൻഡ് ഗോൾസിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. അതിലൊരു ഘടകമാണ്, ഒരു സെഷനാണ് റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കുക. അതിൽ പത്രം വായന ഉണ്ട്, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. നമ്മളൊരു 10 പുസ്തകങ്ങൾ വായിപ്പിക്കും. അപ്പൊ നിങ്ങളും കുട്ടികളെ കൊണ്ട് ഒരു 10 പുസ്തകങ്ങൾ വായിപ്പിക്കാം. പുസ്തക വായനയിലൂടെ കുട്ടികൾ ഒരുപാട് അറിവ് നേടും, ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാനും നല്ല ചിന്ത വരാനും നല്ല പേഴ്സണാലിറ്റി വരാനും കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധം വളരാനൊക്കെ എന്ത് ചെയ്യും, കുട്ടികളെ വായന സഹായിക്കുന്നതാണ്. അപ്പൊ കുട്ടികളുടെ വായനാശീലം ഉണ്ടാക്കിയെടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. 6ാമതെന്ന് പറയുന്നത് കുറച്ച് എൻജോയ്മെന്റ് എന്റർടൈൻമെന്റ് കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും വേണം. വെറും പഠനവും വായനയും മാത്രം ആവരുത്. കുട്ടികൾക്ക് കുറച്ച് കളികളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്പോർട്സ്, എക്സസൈസ്, അങ്ങനത്തെ യോഗ, മെഡിറ്റേഷൻ, അങ്ങനത്തെ ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളാവാം. കുട്ടിയെ കുറച്ച് എന്റർടൈൻമെന്റ് കിട്ടുന്ന കുറച്ച് വിനോദങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ ഫുട്ബോളൊക്കെ കളിപ്പിക്കുക വെക്കേഷനിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിപ്പിക്കുക, അല്ലെങ്കിൽ ഷട്ടിൽ കളിപ്പിക്കുക, ഏതെങ്കിലുമൊക്കെ ഗെയിം അറിയാത്തുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുക. അത് കുറച്ച് വേണമെങ്കിൽ അത് പ്രാക്ടീസിന് വിട്ടുകൊണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള കളികളൊക്കെ ഉപയോഗപ്പെടുത്താം. അങ്ങനെ വെക്കേഷനിൽ കുട്ടികൾ കളിക്കും കൂടി ചെയ്യട്ടെ. നന്നായിട്ട് അധ്വാനിക്കുന്ന കളിക്കുമ്പോഴേ നന്നായിട്ട് ബുദ്ധി വർക്ക് ചെയ്യുള്ളൂ. ബോഡി നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ ബുദ്ധി നന്നായിട്ട് അല്ലെങ്കിൽ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തിന് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് കുട്ടികളെ കുറച്ച് സമയം, ഒരു ഫുൾ ടൈം കളിക്കാൻ വേണ്ടിയെന്നല്ല, ഒരു സമയം ഫിക്സ് ചെയ്തുകൊണ്ട് 1-2-3 മണിക്കൂർ കുട്ടികൾ എന്ത് ചെയ്യുക, ഡെയിലി കളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നിങ്ങൾ നീന്തലൊക്കെ അതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് കാര്യമാണ് കേട്ടോ. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ററാക്ഷൻ വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ. നമ്മുടെ സെഷനിൽ അത് വരുന്നുണ്ട്. IAS ആയ ആളുകളെ കൊണ്ടൊക്കെ നമ്മൾ ഇന്ററാക്ഷൻസ് കുട്ടികളെ കൊണ്ടുപോയി. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ച ആളുകളെ പരിചയം ഉണ്ടാവും. അത് വലിയ കോടീശ്വരന്മാരായ ആളുകൾ തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ വലിയ വലിയ വിജയങ്ങൾ നേടിയ നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന, ജീവിതത്തിൽ വിജയിച്ചു അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി തോന്നുന്ന ആളുകളുണ്ടാവും. അത്ര ആളുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നല്ല വിജയിച്ച ആളുകൾ അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും മേഖലയിൽ എക്സ്പേർട്ട് ആയ ആളുകൾ ഇത്തരം ആളുകളോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അവരിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇന്ററാക്ഷൻസിന് അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനെ വീട്ടിലൊക്കെ സന്ദർശിക്കാനും മറക്കരുത്. നല്ല കുടുംബ ബന്ധം പുലർത്താനും കുടുംബ ബന്ധം നിലനിർത്താൻ കുട്ടികൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പൊ ബന്ധങ്ങളുടെ വില വളരെ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മളുടെ ബന്ധങ്ങളുടെ വില നിങ്ങൾ അവരെ കൊണ്ട് പഠിപ്പിക്കണം. നമ്മളുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ കിടക്കുന്ന പോവുക, അവരായിട്ട് എന്ത് ചെയ്യണം, സൗഹൃദം പങ്കുവെക്കുക. ആ ബന്ധങ്ങൾ ആ കുട്ടികളോട് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. നമ്മളോട് കൂടി ആ ബന്ധങ്ങൾ അവസാനിക്കരുത്. നമ്മളെ കുട്ടികളിലേക്കും അത് തുടർന്ന് പോകാൻ വേണ്ടി ഉണ്ടാവണം. അപ്പൊ നല്ല വിജയിച്ച ആളുകളായിട്ടുള്ള ഇന്ററാക്ഷൻസിന് അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവരായിട്ട് സംസാരിക്കുക, അവരായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കുക, അവരെ കാര്യങ്ങൾ അങ്ങോട്ടും പറയാം. അപ്പൊ അതിലൂടെ ചിലപ്പോൾ കുട്ടികൾക്ക് ലക്ഷ്യബോധങ്ങളിലേക്കും വരും. അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലൂടെ കിട്ടാൻ വേണ്ടി ഈ കുട്ടികളെ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അത്തരം ആളുകളൊക്കെ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓൾഡ് ഹോം സന്ദർശിപ്പിക്കുക, അവിടെ ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണിച്ചു കൊടുക്കുക, ആശുപത്രി സന്ദർശിക്കുക. അത്തരത്തിൽ ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഓരോ മേഖല ഉണ്ടാവും. അത്തരം കുട്ടികളെ, ആളുകളെ എന്ത് ചെയ്യുക, സന്ദർശിപ്പിച്ച്
അതിലൂടെ കുട്ടികൾക്ക് ജീവിതത്തിൽ പല മൂല്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മളെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, അത്തരത്തിൽ കൊണ്ടുപോയി ഇടാൻ പാടില്ല. അത്തരം മൂല്യങ്ങളൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, പുസ്തകങ്ങളിൽ നിന്ന് അപ്പുറം അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാം. അതിന് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഗുണം ചെയ്യുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ പഠനം തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ സ്കൂൾ പഠനത്തിന് ഫൗണ്ടേഷൻ കൂടുതൽ ബേസിക്സ് നൽകുന്ന ക്ലാസ്സുകൾക്ക് അവരെ പറഞ്ഞേക്കാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്ക് പറഞ്ഞേക്കാം. ഇനി അതല്ല മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ മാത്സിന് ട്യൂഷൻ പറഞ്ഞേക്കാം. അത്തരത്തില് കുട്ടികളുടെ പഠനത്തെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ, വർക്ക്ഷോപ്പുകളൊക്കെ എന്ത് ചെയ്യുക, കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലതായിരിക്കും തന്നെയാണ്. കാരണം കുറച്ച് നമുക്ക് പല ആളുകളും ഉപയോഗപ്പെടുത്താതെ പോകുന്ന ഈ സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഗുണം ചെയ്യുന്നതാണ്. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ കോഴ്സുകൾ അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെടുത്തിയോണ്ട് പറയാം. ഉദാഹരണമായിട്ട് കമ്പ്യൂട്ടർ അറിയാത്ത ഒരു കുട്ടിയാണെങ്കിൽ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ നന്നായിട്ട് അറിയുന്ന കുട്ടിയാണ് അതിന്റെ അടുത്ത കാറ്റഗറി AI കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ അത്ര ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണല്ലോ, ഡിസൈനിങ് ആവട്ടെ. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ കോഴ്സുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആത്മവിശ്വാസം വളരാനും അവരുടെ പഠനം മെച്ചപ്പെടാനും ഓവറോൾ അവർക്ക് എന്ത് ചെയ്യാണ്, ഡെവലപ്മെന്റ് ഉണ്ടാവാനും സഹായിക്കുന്നതാണ്. അപ്പൊ വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ കുട്ടികൾ വെക്കേഷൻ ഉപയോഗപ്പെടുത്താവുന്ന 10 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ 10ഉം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ഭാവി കൂടുതൽ നന്നാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതിൽ നിങ്ങളെ സഹായിക്കും നമ്മുടെ ഒരു കോഴ്സാണ് IAS ജൂനിയർ കോഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗപ്പെടുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, റീഡിംഗ് ലിസണിംഗ് റൈറ്റിംഗ് സ്കില്ലുകൾ, റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കുന്നത്, പത്രം വായന, GK, അങ്ങനെ തുടങ്ങിയിട്ടുള്ള, പിന്നെ ഗോൾ സെറ്റിംഗ്, ഡ്രീമിംഗ് ആൻഡ് ഗോൾ സെറ്റിംഗ്, വലിയ വലിയ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കുന്ന രീതിയിലുള്ള ഡ്രീമിംഗ് ചെയ്യുക, ഗോൾ സെറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. വെക്കേഷനിൽ ഓൺലൈനായിട്ട് എവിടെ ഇരുന്നുകൊണ്ടും പഠിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഈ പറഞ്ഞ 10 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികളുടെ വളർച്ചയിൽ എന്ത് ചെയ്യുക, നിങ്ങളും മുഖ്യ പങ്കാളികളാവുക. നിങ്ങളെ കുട്ടികളും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരേക്കും ബൈ.